ഇംസോൾ ചേട്ടൻ വീട്ടിലേക്ക് പോവാണ് എന്നിട്ട് അവൻ അവൾക്ക് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പനാണ് ഇതെല്ലാം കണ്ട് അങ്ങേരും ചിരിച്ചിട്ട് ഈ പ്രായത്തിൽ തന്നെ ലവ് ഒക്കെ സെറ്റായല്ലേ എന്നിട്ട് അങ്ങേർക്ക് സത്യമെല്ലാം മനസ്സിലാകും. ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ഇംസോള് സുൻജയെ സെറ്റായി കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ സുൻജയെ സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം ഇവൻ ഇംസോളിന്റെ വീട്ടിൽ നിന്ന് പോകുന്നത് ആ സൈക്കോയും കണ്ടോണ്ടിരിക്കും. അപ്പൊ സത്യത്തിൽ ആ സൈക്കോ വീണ്ടും ഇവരുടെ പുറകെ വന്നേക്കോ. അതേസമയം ഇവിടെ സുൻജയാണ് അവന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുമ്പോൾ അവനെ കിസ്സിനെ ആലോചിച്ച് ഷൈ ആയിക്കൊണ്ടിരിക്കും. സോറി, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ശല്യപ്പെടുത്തത്തില്ല എന്നിന് അവനും പറഞ്ഞിട്ട് വീണ്ടും അതാലോചിച്ച് അവനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അതേപോലെ തന്നെ ഇംസോളും വർക്കിനുമായിട്ട് അവളും കിസ്സിനെയൊക്കെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഇവളുടെ ബോസ് ഇത് കണ്ട് ദേശത്തി എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എടി ഇംസോൾ, ഇനി എങ്ങനാടി ആ ഹീറോ മൂവി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോന്നെ? നീ കാരണം സുൻജി ഞാൻ സിനിമ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവളെ വഴക്കുറഞ്ഞ് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവളാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ സ്വപ്നലോകത്തിൽ ജീവിച്ചോണ്ടിരിക്കും. അപ്പനാണ് അതേസമയം അമ്മയോടെ ഫോൺ വിളിക്കുന്നത്. ഇംസോൾ, നിന്റെ കൂട്ടുകാരി ഹ്യുൻജ നിന്റെ ചേട്ടനെ ഡിവോഴ്സ് ചെയ്യാൻ പോവെന്ന് പറഞ്ഞ് നീ ആദ്യം അവളെ കണ്ടാദ്യം സമാനപ്പെടുത്ത് എന്നിന് അമ്മയെ ഫോൺ വിളിച്ച് പറയുമ്പോഴാണ് ഇവൾ അപ്പൊ തന്നെ കൂട്ടുകാരെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ചെല്ലും. അങ്ങനെ അവളും കട്ട കലിപ്പിരിക്കുന്നുണ്ട്. ഇംസോളും പതിയെ സംസാരിക്കാൻ തുടങ്ങും. ഹ്യുൻജയ, നിനക്ക് സത്യത്തിൽ എന്റെ ചേട്ടനെ ഡിവോഴ്സ് ചെയ്യണം, എന്തോ പ്രശ്നം എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി ഇംസോൾ അവൻ എന്തോ കാണിച്ചെന്നറിയാ, ഉള്ള പൈസയിൽ എന്തോ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് മൊത്തത്തിൽ നഷ്ടത്തിലായി. എനിക്കറിയാം രണ്ടാമത്തെ കുട്ടി ജനിച്ചോടെ അവന് കുറച്ച് ഭാരം കൂടി കാണും, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊക്കെ ചുമ്മാ അവന് പേടിപ്പിക്കാനാ. ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്, ഞാൻ എങ്ങനെ അത്ര എളുപ്പത്തിലൊക്കെ തീരുമാനം എടുക്കുന്നത് എന്നിന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇംസോളും ഹ്യുൻജയ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ കറക്റ്റ് ആയിട്ട് അതിന് ഉത്തരം പറയുക. ഒരേ നിനക്ക് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോകാൻ സാധിച്ച നീ എന്റെ ചേട്ടനെ തന്നെ വീണ്ടും കല്യാണം കഴിക്കൂ എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഹ്യുൻജയ ആലോചിച്ചിട്ട് ഇംസോൾ, ഓരോ ഞാൻ ടൈം ട്രാവൽ ചെയ്ത് എന്റെ ലൈഫ് മാറ്റി ഞാൻ നിന്റെ ചേട്ടനെ കല്യാണം കഴിച്ചില്ലെന്ന് വെച്ചോ, അപ്പോഴും എന്റെ വിധി മാറും നീ വിചാരിക്കുന്നുണ്ടോ എന്നിനെ കൂട്ടുകാരും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും പിന്നല്ലാതെ ഒരേ എന്റെ ചേട്ടനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോ നിനക്ക് ജോലി കിട്ടി നല്ല റിച്ച് ആയിരിക്കും നീ എന്നിന് ഇംസോളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ഇംസോൾ, അങ്ങനെ നീ പറയുന്ന പോലെ എനിക്ക് ജോലി കിട്ടി ഞാൻ റിച്ച് ആയാൽ പോലും എനിക്കൊരു സന്തോഷമായിട്ടുള്ള ലൈഫ് കിട്ടുമെന്ന് ആർക്കറിയാം. ചിലപ്പോ പെട്ടെന്നായിരിക്കും എന്റെ പൈസ എല്ലാം പോയി ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് ജീവിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്ന്. അതുകൊണ്ട് എനിക്ക് ടൈം ട്രാവൽ ചെയ്യാൻ അവസരം കിട്ടിയാൽ പോലും ഞാൻ എന്റെ ഫ്യൂച്ചർ ഒരിക്കലും മാറ്റത്തില്ല, കാരണം എന്റെ ചേട്ടനെ കല്യാണം കഴിച്ചോണ്ട എന്റെ സുന്ദരമായ കുട്ടികളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു എന്നിനെ കൂട്ടുകാരും പറയുമ്പോഴാണ് ഇതൊക്കെ കേട്ട് ഇംസോൾ സന്തോഷത്തിൽ അവൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൾ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുമ്പോഴാണ് അവിടുത്തെ സ്ക്രീനിൽ സുൻജയുടെ പടം കണ്ടിട്ട് അവൾ അവനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ആ സമയം തന്നെ സുൻജ അവളെ ഫോൺ വിളിക്കുന്നത്. ഇംസോൾ, ഇന്ന് രാവിലെ തൊട്ടേ എനിക്ക് ഷൂട്ടിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ബിസി ആയിപ്പോയി, ഞാൻ വിളിക്കാത്തതിന് സോറി കേട്ടോ ഏതിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും സുൻജയ, ഞാൻ കാരണമല്ലേ നീ ഇത്രയ്ക്കും ബിസി ആയ, അന്ന് നീ മ്യൂസിക് ഷോ കഴിഞ്ഞതിന് ശേഷം നീ റെസ്റ്റ് എടുക്കാത്തോണ്ട് നീ ഇപ്പൊ ഫുള്ള് ടയർഡായി കാണും, കൂടാതെ എനിക്കറിയാം നിനക്ക് വർക്കാണ്, അതുകൊണ്ടാ ഞാൻ രാവിലെ വിളിക്കാത്ത എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഇംസോൾ, നിന്നോട് ആദ്യം പറഞ്ഞു ഞാൻ ടയർഡായിരിക്കുമെന്ന്, എനിക്ക് ഫുൾ എനർജിയാ, അവിടെ നീ അതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, വേണം നമുക്ക് ഇന്ന് രാത്രി പുറത്തേക്ക് പോയാലോ എന്നിന് ഇവൻ വിളിക്കുമ്പോഴാണ് അവളും എന്തോ ഇന്ന് രാത്രിയാ, നിനക്ക് വർക്ക് കഴിഞ്ഞിട്ട് ആകെ കുറച്ച് സമയം റെസ്റ്റ് കിട്ടത്തുള്ളൂ, പക്ഷെ നീ പുറത്തെല്ലാവരോടും നീ ഓക്കെ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക, നിനക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടെങ്കിൽ നീ ആദ്യം പുറത്ത് പറയണം, എന്നാലേ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ എന്നിന് ഇവൾ അവനെ കെയർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അവന് സന്തോഷത്തിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവളും സുൻജയ, ഞാൻ പറയും നിനക്കെല്ലാം കേൾക്കുന്നുണ്ടോ, നീ എന്തൊന്നും മിണ്ടാത്ത എന്നിന് ഇവള് ദേഷ്യപ്പെടുമ്പോഴാണ് അവനും ഒന്നുമില്ല, നീ സംസാരിക്കുന്ന കേട്ട് ഞാൻ സന്തോഷപ്പെട്ടെന്നേ ഉള്ളു, പിന്നെ നീ അന്ന് മുട്ടയ്ക്കകത്ത് ഏതാണ്ട് കുഴിച്ചു വെച്ചില്ല, അതിന്റെ കൂടെ ഒരു വാച്ച് ഉണ്ടായിരുന്നില്ല, അതിനർത്ഥം എന്തോ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും അതോ, ഞാൻ എപ്പോഴും നീ ആ സമയത്തിന് പോലെ നിൽക്കാതെ ആ ഫ്ലോയിൽ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ആ വാച്ച് അതിന്റെ കൂടെ ഞാൻ വെച്ച എന്നിന് അവളും പറയുമ്പോഴാണ് അതേസമയം അവന്റെ സെക്രട്ടറിയും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എന്ന് പറയും. അവരാണ് ഇത് ഫോൺ വഴി ഇംസോളും കേട്ടിട്ട് സുൻജയ, നീ ഇപ്പോഴും ബിസി ആണോ, എങ്കിൽ പിന്നെ നിന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തോ എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ഇല്ല, ഇനി കുറച്ച് സമയം കൂടെ നീ എന്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരി, അല്ലേ പോട്ട് നീ എന്നോട് ഇപ്പൊ പറഞ്ഞാൽ മതി, ഞാൻ വർക്കെല്ലാം കളഞ്ഞിട്ട് ഞാൻ നിന്നെ ഇപ്പൊ തന്നെ കാണാൻ വരാം, ഞാൻ ചെയ്യട്ടെ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും ചിരിച്ചിട്ട് സുൻജയ, അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ ആദ്യം വർക്ക് നോക്ക്, നമുക്ക് പിന്നെ വേണമെങ്കിലും കാണാമല്ലോ എന്നിന് അവളും ചിരിച്ചോണ്ടേ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും സുൻജ വർക്ക് കഴിഞ്ഞ അടുത്ത സമയം തന്നെ അവളിങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കും. അതേസമയം ഇംസോൾ ആ സമയത്ത് കമ്പനി വർക്ക് ചെയ്തോണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ആ മീറ്റിംഗിന്റെ ഇവന്റെ ഫോൺ കോൾ എന്ന ഉടനെ അവൾ എല്ലാവരോടും സോറി പറഞ്ഞിട്ട് അവനെ ഓർത്ത് ഇങ്ങനെ സ്മൈൽ ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി സുൻജ അവളെ ഫോൺ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കും. ഷടാ, ഇവളെന്താ ഫോൺ എടുക്കാത്ത, ഇനി എന്തേലും സംഭവിച്ചാണോ എന്നിന് ഇവനും ടെൻഷൻ ആയിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സെക്രട്ടറി സഡൻ ബ്രേക്ക് അടിക്കും. എന്റെ പൊന്നോ, ഞാൻ പേടിച്ചുപോയി, ഈ ഫാൻ ഗേള് ഫോളോ ചെയ്ത് വീണ്ടും ഇവിടം വരെ എത്തിയല്ല, ഇവിടുത്തെ സെക്യൂരിറ്റിമാർക്ക് എന്തോ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിന് അവനും ദേഷ്യപ്പെടുമ്പോഴാണ്
സുൻജ എന്താ പ്രശ്നം ചോദിക്കും. അപ്പരാണ് ഇവനും ഓ ഇവളായിരുന്നു എപ്പോഴും നിന്റെ വീട്ടിലേക്ക് വന്ന് ഡോറിന്റെ പാസ്വേഡ് ഇട്ട് നോക്കിക്കൊണ്ടിരുന്ന. ഇന്ന് രാവിലെയും നിന്റെ കൂട്ടുകാരൻ വീട്ടിലുള്ളപ്പം ഇവൾ അകത്തേക്ക് കയറാൻ നോക്കി. ഇവൾക്ക് ഇത് എന്തോ ആണോ വേണ്ട എന്നിന് അവനും ദേഷ്യത്തിലാകുമ്പോഴാണ് ഇത് കേട്ട് സുൻജയും എടാ നീ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നത്, നീ ജസ്റ്റ് പോലീസിനോട് ഇൻഫോം ചെയ്യുവള്, അവര് നോക്കിക്കോളും ബാക്കി, കാരണം എനിക്ക് പിംസോളിനെ കാണാൻ പോണം എന്നിന് അവനും പറയുമ്പോഴാണ് അതേസമയം പിംസോളും വർക്ക് കഴിഞ്ഞിട്ട് അവള് സുൻജ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് വരും. കാരണം ഇവളുടെ കാറ് അവന്റെ വീട്ടിലാ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ അവന് വീട്ടിൽ എത്തിക്കാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ കാര്യം അവൾ അറിയുന്നത്. അങ്ങനെ അവള് ഫോൺ ഓൺ ചെയ്യുമ്പോൾ സുൻജ കുറെ മിസ് കാൾ ഇട്ടേക്കുന്നുണ്ട്. അവൾ ഇനി സന്തോഷിച്ചിരിക്കും. അതിനുശേഷം ഇവൾ അവനെ ഫോൺ വിളിക്കുമ്പോഴാണ് അവന് ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് ഇവളും ഒരേശം ബിസി ആയിരിക്കും എന്നറിഞ്ഞ് അവളുടെ കാർ എടുത്തോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ട് സ്പീഡ് ഒരു കാർ കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെ ഇത് കണ്ട് അവള് മൊത്തത്തിൽ പേടിച്ചു പോകും. ഒരേശ ആ സൈക്കോയിലായിരിക്കുമെന്ന് അറിഞ്ഞ്. അതേസമയം ഇവിടെ സുൻജയാണ് അവൻ കുളിച്ചിട്ട് പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഇംസോൾ ഫോൺ അടിച്ചേക്കുന്നുണ്ട്. അവ സന്തോഷിച്ച് തിരിച്ചവളെ ഫോൺ വിളിക്കും. അവരാണ് അതേസമയം ഇവളും പുറത്തേക്ക് വന്നത് ആരാന്ന് നോക്കുമ്പോഴാണ് അത് വേറൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ അവന് മറ്റേ ഫാങ്കയിൽ അവിടെ വീണുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. അവരാണ് അവിടേക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. ഇവളും പേടിച്ച് അവിടെ ഓടിപ്പോകും. ഓ ഇവളെ കൊണ്ട് ഞാൻ തോറ്റ്, ഇവൾ എത്ര പ്രാവശ്യം സുൻജയുടെ വീടിനകത്ത് കയറാൻ നോക്കുന്നു എന്നിന് ഇങ്ങേരും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇംസോളും ദേഷ്യത്തി ഇവളായിരുന്നു അത് എന്നിന് അവൾ അപ്പം തന്നെ മറ്റവളിട്ട് ഓട്ടിക്കാൻ തുടങ്ങും. അതേസമയം സുൻജയും ഇംസോളിനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന പോലെ ഇവന് സൗണ്ട് കേൾക്കും. അതേസമയം ഇവിടാണ് ഇംസോള് മറ്റവളെ ഓട്ടിച്ചിട്ട് പിടിച്ചിട്ട് അവളും വിളിച്ചോണ്ട് റെസ്റ്റോറന്റിൽ ചെന്ന് സംസാരിക്കും. നിനക്ക് എത്ര വയസ്സായി, 17 16 എന്നിന് ഇവള് ചോദ്യം ചെയ്യുമ്പോഴാണ് അവളും എനിക്ക് 14 വയസ്സായതേ ഉള്ളൂ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക എന്നിന് അവളും പറയുമ്പം ഹിംസോളും ദേഷ്യത്തി എന്റെ പൊന്നു മോളെ നീ ഇപ്പൊ ചെയ്യുന്നേക്ക് ഒരു ക്രൈമാന്ന് നിനക്കറിയോ, നീ അവന്റെ ഫാൻ ആയിക്കോ, പക്ഷെ എന്നും പറഞ്ഞ് അവനിട്ട് ഇത്രയ്ക്ക് ശല്യപ്പെടുത്താവോ, നീ അവൻ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് കയറാൻ നോക്കുന്നതൊക്കെ എത്ര വലിയ ടോർച്ചറാന്നറിയോ എന്നിന് അവളും പറഞ്ഞിട്ട് ഇവൾ കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോകുമ്പോഴാണ് അതേസമയം അവിടുത്തെ ബ്രേക്കിംഗ് ന്യൂസിനകത്ത് സുൻജ ഒരാൾ കത്തിയും കൊണ്ട് കുത്തിന്ന് പറഞ്ഞ് ന്യൂസ് മൊത്തത്തിൽ വൈറലായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു ന്യൂസ് കേട്ടതോടെ അവള് മൊത്തത്തിൽ ഷോക്കായി പോകും. അപ്പോഴാണ് ആ ന്യൂസിനകത്ത് സുൻജയെ കൊല്ലാൻ നോക്കിയത് 2009 അറസ്റ്റ് ചെയ്ത ഒരു അക്യൂസ്റ്റ് എന്ന് പറയും. അങ്ങനെ അവൻ റിലീസായി ഇപ്പൊ 2-3 ദിവസം ആയതേ ഉള്ളു. അങ്ങനെ അവന്റെ പേര് കിം യങ് സു എന്ന് പറഞ്ഞ അവന്റെ ഫോട്ടോയും കാണിക്കുമ്പോഴാണ് ഹിംസോൾ അത് കണ്ടതോടെ മൊത്തത്തിൽ ഷോക്കാകും. കാരണം ഇവനായിരിക്കും ഇവളെ പണ്ട് കൊല്ലാൻ നോക്കിയ സൈക്കോ. അങ്ങനെ അത് കണ്ടതോടെ അവള് മൊത്തത്തിൽ ദേഷ്യത്തി ആ സൈക്കോ എന്തുകൊണ്ട് ഇവനെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് അവൾ തകർന്നു പോകും. അപ്പോഴാണ് നമ്മളൊരു സത്യം അറിയുന്നത് സുൻജ സത്യത്തിൽ മരിക്കുന്നത് സൂസൈഡേതല്ല, ഈ സൈക്കോ വന്ന് അവനെ കൊന്നിട്ടായിരിക്കും. അങ്ങനെ അടുത്ത സീൻ ഇവളും അവനെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവനിപ്പോ ഐസിയുലായതുകൊണ്ട് അവന്റെ അച്ഛനും പുറത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന അവള് കാണും. അതോടെ ഇവളും മൊത്തത്തിൽ വിഷമിച്ചിട്ട് ഇനിയിപ്പോ ടൈം ട്രാവൽ ചെയ്താ ഇതൊക്കെ തടയാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ആ വാച്ചിന് അന്വേഷിച്ചു പോകും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ തവണ അവന്റെ വാച്ച് ഇവളുടെ ഇപ്പം കാണത്തില്ല. കാരണം ഇവൾക്ക് ആക്സിഡന്റ് നടക്കാത്തോണ്ട് ഇവൾ അവന്റെ ഫാനായി കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവളും ആ വാച്ച് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ ഓൺലൈൻ അങ്ങനെ ഒരു സാധനമേ കാണത്തില്ല. അതുകൊണ്ട് അവളും ടെൻഷനായി ഇനിയിപ്പോ അവന്റെ വീട്ടിലെല്ലാം കാണുമെന്ന് പറഞ്ഞ് അവന്റെ വീട് ഫുള്ളും തപ്പി നോക്കും. പക്ഷെ എവിടെ അവന്റെ വാച്ച് ഇല്ലാത്തോണ്ട് അവൾ മൊത്തം ടെൻഷനായിരിക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് അവന്റെ കൂട്ടുകാരനും വരും. ഹിംസോൾ നീ എന്ത് ഇവിടെ ചെയ്യുന്ന എന്നിന് അവനും ചോദിക്കുമ്പോൾ ഇവളും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഓടിച്ചില്ലും. എടാ നിനക്ക് സുൻജയുടെ ഇലക്ട്രോണിക് വാച്ച് എവിടാന്നറിയോ, അതെനിക്ക് ഇപ്പൊ തന്നെ കണ്ടെത്തണം എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും ദേഷ്യത്തി നിനക്ക് ഈ സമയത്ത് അവന്റെ വാച്ച് കാണുന്നു, അവനിപ്പോ ആശുപത്രികൾ നിനക്കൊന്നും അറിയത്തില്ല, അത് നീ കാരണോ എന്നിന് ഇവൻ ചൂടാകുമ്പോഴാണ് അവളും എടാ നീ ആ വാച്ച് മാത്രം എന്റെ അടുത്ത് കണ്ടുപിടിച്ച എങ്കിലേ നമുക്ക് സുൻജയെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നിന് ഇവളും പറയുമ്പോഴാണ് ഇതൊക്കെ കേട്ട് അവന് നല്ല ദേഷ്യം വരും. നീ വാച്ച് കണ്ടുപിടിച്ചിട്ട് സുൻജ എങ്ങനെ രക്ഷിക്കാൻ പോന്ന്, ഹിംസോൾ ആ വാച്ചൊക്കെ അവന്റെ എപ്പോഴേ കളഞ്ഞുപോയി, അവന് തന്നെ അറിയത്തില്ല ആ വാച്ച് എവിടെ പോയെന്ന്, പിന്നെ നീ എങ്ങനെ കണ്ടുപിടിക്കാൻ പോന്ന് എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ മൊത്തം തകർന്നു പോയിട്ട് എന്തുവാ അപ്പൊ വാച്ച് ഇപ്പോ അവന്റെ ഇല്ലേ, പിന്നെ എങ്ങനെ ഞാൻ അവനെ രക്ഷിക്കാൻ പോന്ന് എന്നിന് ഇവളും മൊത്തത്തിൽ പേടിച്ചു പോകും. അതിനുശേഷം ഇവളും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവളുടെ അമ്മയും ന്യൂസ് കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അതിനകത്ത് 2009 സുൻജവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ട് വീണ്ടും പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൻ ഇപ്പൊ സുൻജയെ കൊന്നേന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഇംസോളൊന്നും മനസ്സിലാവാതെ 2009 ഇവൻ എന്തുകൊണ്ടാ അവനെ പോലീസിന്റെ അടുത്ത് പിടിച്ചു കൊടുത്ത, 2008 തന്നെ ഞാൻ എനിക്ക് നടക്കായിരുന്ന ആക്സിഡന്റിനെ തടഞ്ഞിർത്തിയില്ല, ഒരേ ശനി 2009 വീണ്ടും അവൻ എന്നെ കൊല്ലാൻ നോക്കിയപ്പോ സുൻജ വീണ്ടും എന്നെ സേവ് ചെയ്തു കാണും എന്നിന് അവൾക്കെല്ലാം മനസ്സിലാകും. അതിനുശേഷം ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ അവൾ അടുത്ത ദിവസം കിം ടേസോങ്ങിന്റെ അച്ഛനെ ചെന്ന് മീറ്റ് ചെയ്യും. ഹിംസോൾ ആ സൈക്കോ റിലീസായതിനു ശേഷം അവൻ നിന്നെ കൊല്ലാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് കുറെ പോലീസ് ഓഫീസർമാരെ നിനക്ക് പ്രൊട്ടക്ഷന് പറഞ്ഞയച്ചായിരുന്നു, പക്ഷെ അബദ്ധവശ അവ സുൻജയെ ഫോളോ ചെയ്തു പോയി എന്നിന് അങ്ങേര് ഒരു ഫയൽ എടുത്ത് അവളുടെ കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ എന്തോ സംഭവിച്ചെന്ന് നമുക്കിപ്പോ കാണിക്കുന്നത്. അങ്ങനെ ഹിംസോൾ ആ ആക്സിഡന്റും തടഞ്ഞ് ടൈം ട്രാവൽ ചെയ്ത് പോയതിനു ശേഷം അതിന്റെ അടുത്ത വർഷം അതേ ഡേറ്റ് ആ സൈക്കോ വീണ്ടും അവൾ അന്വേഷിച്ച് അവിടെ ഒന്നാണ്. അപ്പോഴാണ് അതേസമയം ആ വഴി കൂടെ പോയ സുൻജയും അവൾ നിലവിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവൻ അപ്പൊ തന്നെ പോലീസിന് ഫോൺ വിളിച്ചിട്ട് അവൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി കാണും. അങ്ങനെ അവൻ അവളുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ച് ആ ഫോൺ റിംഗ് ആവുന്ന ശബ്ദം കേട്ട് അവൻ അത് ഫോളോ ചെയ്ത് പോകും. അപ്പോഴാണ് അവൾ ആ സൈക്കോയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവന്റെ ഫ്രണ്ടിങ്ങനെ ഓടി വന്നോണ്ടിരിക്കും. അങ്ങനെ ഇവനെ കണ്ടതോടെ അവളും പെട്ടെന്ന് ബോധം കെട്ടി വീഴുമ്പോഴാണ് അതേസമയം ഇവളെ ഫോളോ ചെയ്ത ആ സൈക്കോ ഇരുന്നുണ്ട് സുൻജ അപ്പൊ തന്നെ അവന്റെ പുറയിലേക്ക് ഓടിച്ചില്ലും. അങ്ങനെ ഇവർ തമ്മിൽ അടി
പേടിയാകുമ്പോഴാണ് അവസാനം ആ സൈക്കോയും അവിടുത്തെ ജനലി സുൻജയെ പിടിച്ച് തള്ളിയിടും. എന്നിട്ട് അവനും സുൻജയെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവനും കഷ്ടപ്പെട്ട് അടുത്തുള്ള ഏതോ ഒരു സാധനം എടുത്ത് ആ സൈക്കോ പിടിച്ചടിച്ചിടും. അതിനുശേഷം പോലീസും വന്നോടെ അവർ ആ സൈക്കോനെ അറസ്റ്റ് ചെയ്തോണ്ടങ്ങ് പോകും. അങ്ങനെ ഈ കേസ് ഫയലൊക്കെ ഇംസോളും വായിച്ചു നോക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ചേട്ടൻ എന്ന ആശുപത്രി വെച്ച് ഇവളോട് ചോദിച്ചാണ് ആ ആക്സിഡന്റിന് ശേഷം എന്തുകൊണ്ട് അവനോട് ഇതുവരെ മിണ്ടാത്തേന്ന്. അങ്ങനെ അത് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ആക്സിഡന്റ് ഇതാന്ന് പറഞ്ഞ്. അങ്ങനെ അത് കാരണമായിരിക്കും കൂട്ടുകാരനും ഇവൾ നേരിട്ടുണ്ട് വഴക്ക് പറഞ്ഞതും. ഇതൊക്കെ ഓർത്ത് നോക്കി അവളും കരഞ്ഞിട്ട് അപ്പൊ സുൻജ ഇതിനു മുമ്പ് മരിച്ചതും ഞാൻ കാരണമാണെന്ന് പറഞ്ഞ് അവളും തകർന്നവും. അതിനുശേഷം ഇവളും വീട്ടിൽ ചെന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. അപ്പൊ സത്യത്തിൽ അവൻ സൂസൈഡ് ചെയ്തെല്ലാം മരിച്ച ഇവള് കാരണവും മരിക്കുന്നതെന്ന്. അങ്ങനെ അതൊക്കെ ഓർത്ത് നോക്കി അവളും കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ആ കേസിന്റെ ഫയലൊക്കെ അവൾ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് അവന്റെ ഇലക്ട്രോണിക് വാച്ചിന്റെ ഫോട്ടോ ഉള്ളത് അവൾ കാണുന്നത്. കാരണം അന്ന് എവിഡൻസ് ആയിട്ട് പോലീസ് അത് അവന്റെ വാങ്ങിച്ചു വെച്ച് കാണും. അതുകൊണ്ട് അവൾ അപ്പൊ തന്നെ കിം ടേസുങ്ങിന്റെ അച്ഛനെ ഫോൺ വിളിച്ച് അന്ന് വിറ്റ്നസിന്റെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവരുടെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടോ ചോദിക്കുമ്പോഴാണ് അദ്ദേഹവും ആ സാധനങ്ങളൊക്കെ എപ്പോഴേ സുൻജയുടെ തിരിച്ചെടുത്തെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവൾ ഷോക്കായിട്ട് ഇനിയിപ്പോ ആ വാച്ച് അറിയാതെ എന്റെ റൂമിൽ കാണുമെന്ന് പറഞ്ഞ് അവളത് അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവള് ഓരോ സ്ഥലം ഇങ്ങനെ ടെൻഷനോട് അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അമ്മയും വന്നിട്ട് ഇംസോൾ നീ എന്തോ കാണിക്കുന്നത് എന്നിട്ട് അമ്മ അടുത്തേക്കും ചോദിക്കും. അപ്പോഴാണ് അവളും ഞാൻ ഒരു വാച്ചിനെ അന്വേഷിക്കുമെന്ന് പറഞ്ഞ് അവളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവിടെ അമ്മമ്മയും ആ വാച്ച് ഇട്ടോണ്ട് അവിടേക്ക് വരും. ഇത് കണ്ടതോടെ അവള് ഷോക്കായി അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അമ്മൂമ്മ അവളെ കണ്ടിട്ട് പറയും ഇംസോൾ നിനക്ക് ഇത് ആവശ്യം വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അമ്മൂമ്മ ഇവിടെ സേഫ് ആയിട്ട് വെച്ചോണ്ടിരുന്നത് എന്നിട്ട് അമ്മമ്മ അവൾക്കത് ഊരി കൊടുക്കും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.